ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് നോർമൽ ഷോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ആൻഡ് നമ്മളിന്നും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷേ ഇത്തവണ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ 2019 ഏപ്രിലിൽ ചോദിച്ചാണ്, 15 മാർക്കിന്. സോ നമുക്കതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ദ റേഷ്യോ ഓഫ് എക്സിറ്റ് ടു എൻട്രി ഏരിയ ഇൻ എ സബ്സോണിക് ഡിഫ്യൂസർ ഈസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമുക്ക് ഏരിയ റേഷ്യോ വന്നിട്ടുണ്ട്, എക്സിറ്റിലും എൻട്രിയിലും ഉള്ള 4 ആണെന്നുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സബ്സോണിക് ഡിഫ്യൂസർ എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ ഏരിയൻ്റെ വേരിയേഷൻ ഇങ്ങനെ വരിക, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അതോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? ഒരു സബ്സോണിക് ഡിഫ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഏരിയ വേരിയേഷൻ ആലോചിച്ച് നോക്കുക. ഐസെൻട്രോപിക് ഫ്ലോ പഠിച്ചൊരു കുട്ടിക്ക് വളരെ കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റും. എങ്ങനെയായിരിക്കും? തീർച്ചയായും രണ്ടാമത് വരച്ച ഫിഗർ ആയിരിക്കും. കാരണം എന്താണ്, ഇത് സൂപ്പർസോണിക് ഡിഫ്യൂസറിൻ്റെ ജിയോമെട്രിയാണ് ആൻഡ് ഇതാണ് നമ്മുടെ സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ. ഓക്കെ, അപ്പം സബ്സോണിക് ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്, ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഐസെൻട്രോപിക് ഫ്ലോ എന്നുള്ള ആ ഒരു സെഷനിൽ എടുത്താണ്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം, മനസ്സിലാവാത്തവർക്കോ കത്താത്തവർക്കോ. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് മടങ്ങി വരാം. The Mach number of a jet of air approaching the diffuser at P0, stagnation pressure is equal to 1.013 bar, temperature is equal to 290 Kelvin is 2.2. അപ്പോൾ നമുക്ക് ഇൻലെറ്റ് എയറിൻ്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ഗിവൺ ഡാറ്റ ഇവിടെ നിന്ന് ലിസ്റ്റ് ചെയ്തിട്ട് വരെയെടുക്കാം. ഓക്കെ, ഗിവൺ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഗിവൺ P0 തന്നിട്ടുണ്ട് അല്ലേ. P0 തന്നിട്ടുണ്ട്, എത്രയാണ് P0? 1.013 ബാർ. പിന്നെന്താ നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് അല്ലേ, സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ആണ് തന്നത്, മറ്റേത് സ്റ്റാഗ്നേഷൻ പ്രഷറുമാണ്. ആ കാര്യം വളരെ വ്യക്തമായി തന്നെ എഴുതി വെക്കാം. എത്ര തന്നിട്ടുണ്ട്? സ്റ്റാറ്റിക് ടെമ്പറേച്ചർ 290 കെൽവിൻ തന്നിട്ടുണ്ട്. പിന്നെ മാക് നമ്പർ തന്നിട്ടുണ്ട്, എത്രയാണ്? 2.2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ് പറഞ്ഞിട്ട് ദർ ഇസ് എ സ്റ്റാൻഡിങ് നോർമൽ ഷോക്ക് വേവ് ജസ്റ്റ് ഔട്ട്സൈഡ് ദി ഡിഫ്യൂസർ എൻട്രി. ഓക്കെ, സപ്പോസ് ഇത് ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഒരു നോർമൽ ഷോക്ക് ഉണ്ട്, എന്താണ്, ജസ്റ്റ് ഔട്ട്സൈഡ് ദി ഡിഫ്യൂസർ എൻട്രി. ആൻഡ് ഇതാണ് നമ്മുടെ ഡിഫ്യൂസർ എൻട്രി എങ്കിൽ ഞാൻ അവിടെ വരച്ചിരിക്കുന്ന റെഡിങ് കൊണ്ട് വരച്ചതാണ് നമ്മുടെ ഒരു നോർമൽ ഷോക്ക് വേവ്. അപ്പോൾ അത് ആ ഒരു പോയിന്റ് കറക്റ്റ് മനസ്സിലാവണം. അല്ലാതെ എക്സിറ്റ് കൊണ്ടിട്ടോ നടു കൊണ്ടിട്ടോ ഒന്നുമില്ല വരച്ച് വെക്കേണ്ടത്, ജസ്റ്റ് ഔട്ട്സൈഡ് ദി ഡിഫ്യൂസർ എൻട്രി. ഓക്കെ, അപ്പോൾ ആ കാര്യം എഴുതി വെക്കുക. പിന്നെ എന്താണ്, ദ ഫ്ലോ ഇൻ ദി ഡിഫ്യൂസർ ഈസ് ഐസെൻട്രോപിക്. സപ്പോസ് ഈ ഒരു ഫ്ലോൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് കരുതുക. ഓക്കെ, കാരണം അതുകൊണ്ടാണല്ലോ നോർമൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ, ഫ്ലോക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഷോക്ക് ഉണ്ടായത്, അതുകൊണ്ടാണ് നോർമൽ ഷോക്ക്. ആൻഡ് ആ ഒരു ഡിഫ്യൂസറിൻ്റെ അകത്തുള്ള ഫ്ലോ നമുക്ക് ഐസെൻട്രോപിക് ആയിട്ട് കരുതാം. പിന്നെന്താ പറയുന്നത്, ഡിറ്റർമിൻ ദി എക്സിറ്റ് ഓഫ് ദി ഡിഫ്യൂസർ. അതായത് പിന്നീട് നമ്മളോട് കാണാൻ പറഞ്ഞത് ആ ഡിഫ്യൂസറിൻ്റെ എക്സിറ്റിലുള്ള മാക് നമ്പർ, ടെമ്പറേച്ചർ, പ്രഷർ, ഈ വക കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പറഞ്ഞത്. അതിനുശേഷം സ്റ്റാഗ്നേഷൻ, പ്രഷർ ലോസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ഷോക്കിനെ കുറിച്ചായിട്ടുള്ള. സോ നമുക്ക് അതിനു മുമ്പ് ഞാൻ ഈ ഒരു ഫിഗർ ജസ്റ്റ് ഞാൻ നെയിമിങ് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം സാധാരണ ഇതിൽ നമ്മൾ ഷോക്കിൻ്റെ മുന്നേ ഉള്ള പ്രോപ്പർട്ടീസിനെ എക്സ് വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ. ആൻഡ് ഷോക്കിന് ശേഷമുള്ള പ്രോപ്പർട്ടീസിനെ വൈയും വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓക്കെ, ആൻഡ് ഞാൻ ഫോർ ദ ടൈം ബീങ് ഈ എക്സിറ്റുള്ള പ്രോപ്പർട്ടീസിനെ ഞാൻ ഇ എന്ന് വെച്ചിട്ട് ഇ എന്നുള്ള സഫിക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 1 or 2 എന്നൊക്കെ കൊടുക്കാം, പക്ഷേ ഞാൻ ഇതിൽ എക്സിറ്റ് എന്ന് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ വൈ ആണ് 1 എന്നുള്ളത്. ഓക്കെ, വൈ എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടെ 1 എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാനിവിടെ എക്സിറ്റിനെ ഇ എന്ന് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് വെച്ചിട്ട് എടുക്കാം. ഓക്കെ, സോ എന്തായാലും നമുക്ക് പ്രോബ്ലത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമുക്കിവിടെ മറ്റൊരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പം തന്നിരിക്കുന്ന എയറിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. 1.013 ബാറും ടെമ്പറേച്ചർ 290 കെൽവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എയറിൻ്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട് ഇല്ലേ. ആ പ്രോപ്പർട്ടീസ് ശരിക്കും എന്ത് പ്രോപ്പർട്ടിയാണ്? ഷോക്കിൻ്റെ മുന്നേ ഉള്ള പ്രോപ്പർട്ടിയാണ് അല്ലേ. ജെറ്റ് ഓഫ് എയർ അപ്രോച്ചിങ് ദി ഡിഫ്യൂസർ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ ജെറ്റ് ഓഫ് എയർ അപ്രോച്ചിങ് ദി ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആ ഒരു ഡിഫ്യൂസറിൽ വരുന്ന എയറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് അല്ലേ. അതിന് ശേഷമാണ് ആ ഒരു ഔട്ട്സൈഡിൽ ഷോക്ക് ഉണ്ടാകുന്നത്, എന്നിട്ടാണ് അതിൻ്റെ അകത്തേക്ക് എയർ കയറുന്നത് അല്ലേ. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ശരിക്കും എന്താണ്, ഷോക്കിൻ്റെ മുമ്പുള്ള പ്രോപ്പർട്ടീസ് ആണ് അല്ലേ. അപ്പോൾ ഷോക്കിൻ്റെ മുമ്പുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ എക്സ് എന്നുള്ള ലെറ്റർ വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ശരിക്കും എന്താണ്, P0 എക്സും അതുപോലെ
ടി എക്സും അതുപോലെ എം എക്സും ആണ്. കാരണം എന്താണ്, ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഷോക്കിൻ്റെ മുന്നേയുള്ള പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഈ ഷോക്കിൻ്റെ മുമ്പ് എക്സിറ്ററിൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. എന്താണ്, ഇതൊരു വെറും ഒരു ഐസെൻട്രോപിക് ഫ്ലോ ചെയ്ത് ഡയറക്റ്റ് നമുക്ക് ഐസെൻട്രോപിക് ഫ്ലോ വെച്ചിട്ട് കണ്ടുപിടിക്കാമായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എക്സിലുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണം. അതിനുശേഷം എക്സിൽ നിന്ന് വൈയിലേക്കുള്ള പ്രോപ്പർട്ടീസ് നോർമൽ ഷോക്കിൻ്റെ ടേബിൾ വെച്ച് കണ്ടുപിടിക്കണം. അതിനുശേഷം വൈയിൽ നിന്ന് എക്സിറ്റിലേക്കുള്ള പ്രോപ്പർട്ടീസ് വീണ്ടും നമ്മൾ ഐസെൻട്രോപിക് ടേബിൾ വെച്ച് കണ്ടുപിടിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത് ഓർക്കുന്നില്ലേ, അതേപോലെ ആ ഫ്ലോനെ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം എക്സിന് അക്രോസ് ആയിട്ട്, അതായത് ഷോക്കിന് തൊട്ട് മുമ്പുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണം. നമുക്ക് ആകെ തന്നിരിക്കുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാറ്റിക് ടെമ്പറേച്ചറുമാണ്. ഓക്കെ, ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, ഐസെൻട്രോപിക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ മാക് നമ്പറും വേണം. ഗാമ തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു 1.4 എടുക്കാൻ അല്ലേ. അപ്പോൾ ഈ രണ്ട് വാല്യൂസും വെച്ചിട്ട് നമുക്ക് ആ ഒരു മാക് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റിക് പ്രഷറിൻ്റെയും പ്രഷർ റേഷ്യോയും ടെമ്പറേച്ചർ റേഷ്യോസും നമുക്ക് എടുത്ത് എഴുതിയിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാം ഈ എൻട്രിയിലുള്ള അല്ലെങ്കിൽ ഷോക്കിൻ്റെ മുമ്പുള്ള പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ഫ്രം ഐസെൻട്രോപിക് ടേബിൾ corresponding to mx is equal to 2.2, 2.2, gamma is equal to 1.4. നമ്മളെ ടേബിൾ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, പി എക്സ് ബൈ, നിങ്ങളാ ടേബിൾ നോക്കുമ്പോൾ പി എക്സ് ആയിരിക്കില്ല ഉണ്ടാവുക, പി ബൈ പി നോട്ടിന് ഇരിക്കും ഉണ്ടാവുക. ഞാനത് സഫിക്സ് കൊടുത്ത് എഴുതിയെന്നുള്ളൂ. പി എക്സ് ബൈ പി നോട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0.0935. അതുപോലെ ടി എക്സ് ബൈ ടി നോട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0.508. ഓക്കെ, ഞാൻ ഈ പറയുന്ന വാല്യൂസ് നിങ്ങൾ മീൻ ടൈമിൽ തന്നെ നമ്മുടെ ഡാറ്റ ബുക്കിൻ്റെ PDF നോക്കിയിട്ട് എല്ലാവരും വെരിഫൈ ചെയ്യുക. ഓക്കെ, കാരണം ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും, പക്ഷേ ഡാറ്റ ബുക്ക് നോക്കി മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാം, പി എക്സ് കണ്ടുപിടിക്കാം അല്ലേ. പി എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, പി എക്സ് ഈസ് ഈക്വൽ ടു 0.0935 ഇൻറ്റു പി നോട്ട് എക്സ്. പി നോട്ട് എക്സ് പറഞ്ഞാൽ 1.013 ബാറാണ്. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, ഏകദേശം പി എക്സിൻ്റെ വാല്യൂ, പി എക്സ് ഈസ് ഈക്വൽ ടു 0.0947 ബാർ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ് നമ്മളോട് കണ്ടുപിടിക്കുക, രണ്ടാമത് നമുക്ക് ടെമ്പറേച്ചർ, സ്റ്റാറ്റിക് ടെമ്പറേച്ചറാണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക എന്താ, ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. നമുക്ക് ടി നോട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടി എക്സ് ബൈ 290 ബൈ 0.508. ഇത് ചെയ്ത് എത്ര കിട്ടും, ഏകദേശം ടി നോട്ട് എക്സ് 570 കെൽവിൻ കിട്ടും. ഓക്കെ, 570 കെൽവിൻ കിട്ടും നമുക്ക്. 570.8 ആണ്, 570.8 കെൽവിൻ കിട്ടും, 570.8 കെൽവിൻ. ഓക്കെ, ഞങ്ങൾ മാറ്റി തരുന്നുണ്ട്. സോ നമുക്ക് ഷോക്കിൻ്റെ തൊട്ട് മുമ്പുള്ള പ്രോപ്പർട്ടീസ് കിട്ടി. ഇനി നമുക്ക് ഷോക്ക് സംഭവിച്ചതിന് ശേഷമുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഷോക്കിൻ്റെ ടേബിൾസ് എടുത്ത് നോക്കാം. അത് ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്. നമുക്ക് ഷോക്കിൻ്റെ ആഫ്റ്റർ ഷോക്ക് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രം നോർമൽ ഷോക്ക് ടേബിൾ corresponding to mx is equal to 2.2, gamma equal to 1.4. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ നോർമൽ ഷോക്കിൻ്റെ ടേബിൾ എടുത്ത് നോക്കുക. ആദ്യം തരും നമ്മൾ ഐസെൻട്രോപിക് ടേബിൾ വെച്ചിട്ട് അവിടുത്തെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ച്, ഇനി ഷോക്കിന് ശേഷമുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ എന്ത് വേണം, നമുക്ക് ഷോക്കിൻ്റെ ടേബിൾസ് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷനുള്ള ടേബിളിൽ നമുക്ക് വേണ്ട വാല്യൂസ് എഴുതിയെടുക്കാം. അതായത് അപ്പം ഷോക്കിന് മുമ്പ് എം എക്സ് 2.2 ആണെങ്കിൽ ഷോക്കിന് ശേഷം ആ വാല്യൂസ് നമ്മൾ എഴുതിയെടുക്കുകയാണ്. എം വൈ ഈസ് ഇക്വൽ ടു 0.547. അതുപോലെ പി വൈ ബൈ പി എക്സ് ഈസ് ഇക്വൽ ടു 5.48. അതുപോലെ ടി വൈ ബൈ ടി എക്സ് ഈസ് ഇക്വൽ ടു 1.857.
P05 by P0x is equal to 0.628. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസാണ് നമുക്ക് ആ ഡാറ്റ ബുക്കിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുക. ആൻഡ് അത് വെച്ചിട്ട് നമുക്ക് ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാം. നമുക്ക് ടി വൈ എക്സിറ്റ്, അതായത് ഷോക്കിന് ശേഷമുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. അതായത് ഈ റിലേഷൻ വെച്ചിട്ട് എന്തായിരുന്നു, ടി വൈ ഈസ് ഈക്വൽ ടു 1.857 ഇൻറ്റു ടി എക്സ്. ടി എക്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു, 290 അല്ലേ, 290. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, ഇത് ചെയ്താൽ നമുക്ക് ടി വൈൻ്റെ വാല്യൂ ഏകദേശം 538 കിട്ടും, 538.5 കെൽവിൻ കിട്ടും. ഓക്കെ, ആൻഡ് അതുപോലെ നമുക്ക് ഇനി ഈ പ്രഷറിൻ്റെ, നമുക്ക് ഈ ഒരു പ്രഷറിൻ്റെ കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ആ പ്രഷറിൻ്റെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്, പി വൈ ഈസ് ഈക്വൽ ടു 5.48 ഇൻറ്റു പി എക്സ്. പി എക്സ് നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്, 0.0947. ഇത് ചെയ്ത് നമുക്ക് പി വൈൻ്റെ വാല്യൂ ഏകദേശം 0.519 ബാർ കിട്ടും. ഓക്കെ, സോ നമുക്ക് അതായത് ഷോക്കിന് ശേഷമുള്ള വൈ എന്നുള്ള സെക്ഷനിലെ പ്രോപ്പർട്ടീസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എക്സിറ്റിലുള്ള പ്രോപ്പർട്ടീസ് ആണ് അല്ലേ. ഞാനവിടെ ഇ എന്നുള്ള സിമ്പിൾ കൊണ്ട് എഴുതിയിട്ടുണ്ട്, എക്സിറ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇനി അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആൻഡ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്, ഈ വൈ എന്നുള്ള സെക്ഷൻ മുതൽ ഇ എന്നുള്ള സെക്ഷൻ വരെ, നിങ്ങൾ ആ ഫിഗർ നോക്കുക, വൈ എന്നുള്ള സെക്ഷൻ മുതൽ ഇ എന്നുള്ള സെക്ഷൻ വരെ, ഓക്കെ, ഇ എന്നുള്ള സെക്ഷൻ വരെ ആ ഫ്ലോ എന്താണ്, ആ ഒരു ഫ്ലോ ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വൈ എന്നുള്ള സെക്ഷൻ ഇയിലേക്ക് ഐസെൻട്രോപിക് ടേബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ പിന്നെ അതുപോലെ നമുക്ക് ഏരിയ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏരിയ റേഷ്യോ തന്നിട്ടുണ്ട്, എന്താണ്, എക്സിറ്റ് ഏരിയ ടു എൻട്രി ഏരിയ അല്ലേ, ആ ഒരു റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എക്സിറ്റ് ഏരിയ ടു എൻട്രി ഏരിയ എത്രയാണ്, ഗിവൺ ആണ്, ഞാനിവിടെ നിന്ന് എഴുതുന്നുണ്ട്. എക്സിറ്റ് ഏരിയ ടു എൻട്രി ഏരിയ ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എക്സിറ്റിലുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ നമുക്ക് വൈയിലുള്ള ഗിവൺ നോൺ ആയിട്ടുള്ള എന്താണ്, മാക് നമ്പർ അറിയാം അല്ലേ. അപ്പോൾ ആ മാക് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ റേഷ്യോ വെച്ച് നമുക്ക് എക്സിറ്റുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാം. അത് നമുക്ക് ഇങ്ങനെ നോക്കാം. ഫ്രം ഐസെൻട്രോപിക് ടേബിൾ corresponding to my is equal to 0.547, gamma equal to 1.4. ഓക്കെ, അതിന് ഈ 0.547 എവിടെ നിന്ന് കിട്ടി, നമുക്ക് ഷോക്ക് വേവിൻ്റെ ടേബിൾസിൽ നിന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, AY by AY star is equal to 1.26 കിട്ടും. ഓക്കെ, ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു റിലേഷനും കൂടിയാണ് എന്ത്, ഈ ഐസെൻട്രോപിക് ഫ്ലോക്ക് അക്രോസ് AY സ്റ്റാറും AE സ്റ്റാറും സെയിം ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പ്രോബ്ലത്തിലും ഇതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ ആ കാര്യം ഒന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കി വെക്കുക. സോ ഞാനൊന്ന് ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പിൽ, അതായത് AE by AE സ്റ്റാർ ഈക്വൽ ടു, ഞാൻ റീഅറേഞ്ച് ചെയ്തെടുത്താണ്, എന്ത് ചെയ്താൽ പറ്റും, AY by AE സ്റ്റാർ ഇൻറ്റു AE by AY എന്ന് എഴുതിക്കടേ അല്ലേ. ഞാൻ ജസ്റ്റ് AYനെ കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്ത് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത്. ഓക്കെ, അപ്പം നമുക്കറിയാം എന്ത്, AY by AY സ്റ്റാർ എന്ന് പറഞ്ഞാൽ 1.26 ആണെന്ന് അറിയാം അല്ലേ, തൊട്ട് മുമ്പ് കിട്ടി. AY by AE സ്റ്റാർ ആണ്, പക്ഷേ നമുക്ക് AE സ്റ്റാർ AY സ്റ്റാർ ആണെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ 1.26 എന്ന് എഴുതിയത്. ഇൻറ്റു AE by AY എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് പറയാം. ഇത് ചെയ്ത് നമുക്ക് എത്ര കിട്ടും, 5.04 എന്ന് കിട്ടും. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഐസെൻട്രോപിക് ടേബിൾ നമുക്ക് എക്സിറ്റുള്ള പ്രോപ്പർട്ടീസ് വേണ്ടേ, അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
ടേബിൾ എടുക്കുക. ഐസെൻട്രോപിക് ടേബിൾ കറസ്പോണ്ടിങ് ടു A by A star is equal to 5.04. ഓക്കെ, അപ്പം ആൻഡ് ഗാമ ഇസ് ഇക്വൽ ടു 1.4. അപ്പം നമുക്ക് എന്ത് കിട്ടും? മാക് നമ്പർ അറ്റ് എക്സിറ്റ് കിട്ടും. എത്ര? 0.116 കിട്ടും. ജസ്റ്റ് ആ ഡാറ്റ ബുക്കിൽ നോക്കി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതുപോലെ TE ബൈ T0 E ഇതിൻ്റെ വാല്യൂ നമുക്ക് 0.997 കിട്ടും. ഓക്കെ അല്ലേ? ആൻഡ് നമുക്കൊരു കാര്യം അറിയാം, എന്ത്? T0 X തന്നെയാണ്, T0 Y തന്നെയാണ്, T0 E. കാരണം എന്താണ്? T0 കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? TE എന്ന് പറഞ്ഞാൽ 0.997 ഇൻറ്റു T0 E. T0 Eൻ്റെ വാല്യൂ എത്രയായിരുന്നു? 570. ഓക്കെ, 570.8. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഏകദേശം 569.15 കെൽവിൻ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ച്, എക്സിറ്റ് മാക് നമ്പറും കണ്ടുപിടിച്ച്, എക്സിറ്റ് ടെമ്പറേച്ചറും കണ്ടുപിടിച്ച്. ഓക്കെ, എക്സിറ്റ് ടെമ്പറേച്ചറും കണ്ടുപിടിച്ച്. ഇനി നമുക്ക് എന്ത് വേണ്ടത്? എക്സിറ്റ് പ്രഷറാണ് വേണ്ടത്. സോ നമുക്ക് എക്സിറ്റ് പ്രഷർ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ, അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം എന്താണ്? മാസ് ഫ്ലോ റേറ്റ് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം, കണ്ടുപിടിക്കാത്. വി നോ ദാറ്റ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം റോ വൈ ഇൻറ്റു സി വൈ ഇൻറ്റു എ വൈ ഇസ് ഇക്വൽ ടു റോ ഇ ഇൻറ്റു സി ഇ ഇൻറ്റു എ ഇ എന്നറിയാം അല്ലേ? ഇനി റോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പി വൈ ബൈ ആർ ടി വൈ ആണ് അല്ലേ? ഇൻറ്റു സി വൈ എന്ന് പറഞ്ഞാൽ എം വൈ ഇൻറ്റു റൂട്ട് ഓഫ് ഗാമ ആർ ടി വൈ. ഇതെവിടെ നിന്ന് വന്നാണ്? അറിയാത്തവരെ എഴുതിച്ചോളാം. എം ഈക്വൽ ടു സി വൈ എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഗാമ ആർ ടി ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്താണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുക്കാത്തത്. അപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞിരിക്കുക, ഇൻറ്റു എ വൈ ഈക്വൽ ടു റോ ഇ എന്ന് പറഞ്ഞാൽ പി ഇ ബൈ ആർ ടി ഇ ഇൻറ്റു സി ഇ എന്ന് പറഞ്ഞാൽ എം ഇ ഇൻറ്റു റൂട്ട് ഓഫ് ഗാമ ആർ ടി ഇ ഇൻറ്റു എ ഇ വരും അല്ലേ? ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആയിട്ട് അറിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. എം ഐൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0.547. പിന്നെ എം ഇൻ്റെ വാല്യൂ 0.116. നമുക്ക് എക്സിറ്റ് ഏരിയ ടു ഇൻലെറ്റ് ഏരിയ തന്നിട്ടുണ്ട് 4 ആയിരുന്നു. അപ്പം അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എ വൈ ബൈ എയും കിട്ടും. ഓക്കെ, 1/4 ഇൻറ്റു ടി വൈ ബൈ ടി എക്സ്, അതാണ് 569.15 ബൈ 538.5. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റേഷ്യോ കിട്ടും, പി ഇ ബൈ പി വൈ എന്ന് പറഞ്ഞാൽ 1.212 എന്നുള്ള റേഷ്യോ കിട്ടും. അഥവാ പി ഇ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1.212 ഇൻറ്റു പി വൈ എന്ന് പറഞ്ഞാൽ 0.519 ദാറ്റ്സ് ഈക്വൽ ടു 0.629. പി ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് 0.629 ബാർ കിട്ടി. ഓക്കെ, സോ നേരത്തെ ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? എക്സിറ്റുള്ള പ്രഷറായിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അതും കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ്, അതായത് P0 വൈയും P0 എക്സും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ പറയാം? P0 വൈ ബൈ ആ ഷോക്കിൻ്റെ ടേബിളിൽ നിന്ന് നമുക്ക് ഷോക്ക് ടേബിളിൽ നിന്ന് റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? P0 വൈ ഈക്വൽ ടു 0.628 P0 എക്സ് അല്ലേ? അപ്പോൾ അത് പ്രകാരം 628 ഇൻറ്റു P0 എക്സിൻ്റെ വില നമുക്കറിയായിരുന്നു 0.13. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 0.636 ബാർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? P0 എക്സ് നമുക്ക് ഓൾറെഡി അറിയാം. എത്രയായിരുന്നു? P0 എക്സ് നമുക്ക് ഓൾറെഡി അറിയാം, 1.013 ആയിരുന്നു അല്ലേ? നമുക്കിതിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കിട്ടും. ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ്
പ്രഷർ ലോസ് എന്തായിരുന്നു? ഡെൽറ്റ പി നോട്ട് എന്ന് പറഞ്ഞാൽ പി നോട്ട് എക്സ് മൈനസ് പി നോട്ട് വൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0.377 ബാർ കിട്ടും. ഇത്രയും ബാറാണ് നമ്മുടെ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ്. ഓക്കെ, സോ നിങ്ങൾ ഈ കിട്ടിയ വാല്യൂസ് ഒക്കെ തന്നെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ 1/1 ആയിട്ട് എഴുതിക്കുക. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ തീർച്ചയായും മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നമുക്ക് അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. എ നോർമൽ ഷോക്ക് ഒക്കർ ഇൻ ദി ഡൈവർജിങ് സെക്ഷൻ ഓഫ് എ കൺവെർജൻറ്റ് ഡൈവർജൻറ്റ് എയർ നോസൽ. അപ്പം നമ്മുടെ ഡൈവർജിങ് സെക്ഷനിലാണ് ഈ ഒരു ഷോക്ക് വേവ് ഉണ്ടായതെന്നാണ് ഫസ്റ്റത്തെ സെൻറ്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. സപ്പോസ് ആ ഷോക്ക് വേവ് ഈ ഒരു പോയിന്റിലാണ് ഉണ്ടാവുന്നതെന്ന് കരുതാം. പിന്നെ എന്താ തന്നത്? ദ ത്രോട്ട് ഏരിയ ഈസ് 1/3 ടൈംസ് ദി എക്സിറ്റ് ഏരിയ. സപ്പോസ് ഞാൻ ഈ ഇൻലെറ്റ് ഏരിയയെ 1/1 എന്നും 1/1 എന്നും എക്സിറ്റ് ഏരിയയെ 2/2 എന്നും റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ത്രോട്ട് ഏരിയ ഗിവൺ ത്രോട്ട് ഏരിയ A1 ഈസ് ഈക്വൽ ടു എന്താണ്? 1/3 ടൈംസ് എക്സിറ്റ് ഏരിയ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ആൻഡ് ദി സ്റ്റാറ്റിക് പ്രഷർ ഈസ് 0.4 ടൈംസ് സ്റ്റാഗ്നേഷൻ പ്രഷർ തന്നിട്ടുണ്ട് അല്ലേ. സ്റ്റാറ്റിക് പ്രഷർ അറ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ P2 അല്ലേ, ഈക്വൽ ടു 0.4 ടൈംസ് സ്റ്റാഗ്നേഷൻ പ്രഷർ അറ്റ് എൻട്രി. സ്റ്റാഗ്നേഷൻ പ്രഷർ അറ്റ് എൻട്രി ആണ് P01 അല്ലേ. ദ ഫ്ലോ is throughout ഐസെൻട്രോപിക് എക്സെപ്റ്റ് ത്രൂ ദി ഷോക്ക്. ഓക്കെ, ഷോക്കിലൊക്കെ ബാക്കിയുള്ള സ്ഥലത്തും ഐസെൻട്രോപിക് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഡിറ്റർമിൻ ദി മാക് നമ്പർ mx ആൻഡ് my, സ്റ്റാറ്റിക് പ്രഷർ, ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി നോസിൽ അറ്റ് ദി സെക്ഷൻ വേർ ദി നോർമൽ ഷോക്ക് occurs. സോ ഇത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിരിക്കുന്നത് 2018 ഏപ്രിലാണ്. ഓക്കെ, 2018 ഏപ്രിലിൽ ചോദിച്ചാണ്. 15 മാർക്ക് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ത് ട്രിക്കിയാണെന്ന് പറയാൻ കാരണം ഇതിൽ ശരിക്കും നമ്മൾ കുറേ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ റേഷ്യോ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതായത് P/P0, A/A0 എന്നുള്ള ഒരുപാട് റേഷ്യോസ് ഇല്ലേ നമ്മൾ ഡാറ്റ ബുക്കിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടിരുന്ന. അപ്പോൾ വെറും റേഷ്യോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇതിൽ മിക്കവാറും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതൊരു ടിപ്പിക്കൽ പ്രോബ്ലം കൂടിയാണ്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ കൺവെൻഷനായിട്ട് ഫോളോ ചെയ്യുന്നൊരു നോർമൽ ഷോക്കിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് ഇത് ചെയ്യുന്നാൽ കുറേ ടൈം പിടിക്കും. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടാൻ പലപ്പോഴും കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളാം ഈ ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു മാസ് ഫ്ലോ റേറ്റിൻ്റെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അതായത് m ഡോട്ട് ഇൻറ്റു √T0/A* ഇൻറ്റു P0 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ള. ഓക്കെ, ഈ ഒരു റിലേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനൊരു റിലേഷൻ ശരിക്കും ഉണ്ടായിരുന്നു നമ്മൾ മാസ് ഫ്ലോ റേറ്റ് അക്രോസ് ദി ഷോക്ക് വേവ് പഠിക്കുന്ന റിലേഷനാണ്. എന്തായാലും നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ മാത്രം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ഫോർ കോൺസ്റ്റൻറ്റ് m ഡോട്ട് ആൻഡ് T0 നമുക്ക് എന്ത് എഴുതാം? A* ഇൻറ്റു P0 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഈ ഒരു കേസിൽ എനിക്ക് എന്ത് എഴുതാം? എനിക്ക് A1 ഈക്വൽ ടു A* എന്ന് എഴുതാം, A1* എന്ന് എഴുതാം. അതെന്തുകൊണ്ടാണ് എനിക്ക് A1 ഈക്വൽ ടു A1* എന്ന് എഴുതാൻ കഴിയുന്നത്? ഈ A1* എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അതായത് മാക് നമ്പർ 1 ആവുന്ന കണ്ടീഷനിലുള്ള ഏരിയ അല്ലേ. അതാണ് സ്റ്റാർ എന്നുള്ള ക്രിട്ടിക്കൽ മാക് നമ്പർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ക്രിട്ടിക്കൽ പാരാമീറ്റേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാക് നമ്പർ 1 ആവുന്നുള്ള കണ്ടീഷനിലുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ സ്റ്റാർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ A1* എന്ന് ഡിനോട്ട് ചെയ്തത്. കാരണം എന്താണ്? അവിടെ മാക് നമ്പർ 1 ആണ്. ആൻഡ് നിങ്ങളൊന്ന് ആ ഫിഗറിലേക്ക് നോക്കുക. ആ ത്രോട്ട് സെക്ഷനിൽ എന്താണ് ഏരിയ മിനിമം ആയിരിക്കും, അവിടെ മാസ് ഫ്ലോ റേറ്റ് മാക്സിമം ആയിരിക്കും. ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ
രണ്ടിലും മാക് നമ്പർ 1 ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഏരിയ റേഷ്യോ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ A1 ഈക്വൽ ടു A1 സ്റ്റാർ എന്നിട്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ. സോ നമുക്ക് ഇതിനൊന്നും ഈ ഒരു എക്സ്പ്രഷനിൽ ഇൻലെറ്റിലും എക്സിറ്റിലും നമ്മളൊരു ഈ ഒരു കണ്ടീഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, A1 സ്റ്റാർ ഇൻറ്റു P01 ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, A2 സ്റ്റാർ ഇൻറ്റു P02 എന്ന് കിട്ടും. ഓക്കെ, ഇതൊന്ന് റീഅറേഞ്ച്, ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും, A2 സ്റ്റാർ ബൈ A1 സ്റ്റാർ ഈസ് ഈക്വൽ ടു P01 ബൈ P02 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം എക്സിറ്റ് ഏരിയയും എൻട്രി ഏരിയയും തമ്മിൽ റേഷ്യോ തന്നിട്ടുണ്ട് 3 എന്നുള്ളത് അല്ലേ. A2 ബൈ ഞാൻ ഇവിടെ നിന്ന് മാറ്റി തരുന്നുണ്ട് 3 തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ A2 ബൈ A1 ഞാൻ ഇവിടെ എടുത്ത് തരുന്നത്, ആൻഡ് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ ഒന്ന് A2 സ്റ്റാർ എന്നുള്ള ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, A2 സ്റ്റാർ എന്നുള്ള ടേമിനെ കൊണ്ട്. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, A1. ഓക്കെ, രണ്ടിനും ഞാൻ സെപ്പറേറ്റ് ടേംസ് ആക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. ഇൻറ്റൻഷനലി ചെയ്തതാണ്, കാരണം നമുക്ക് ഏരിയ റേഷ്യോ കിട്ടിയിട്ടോ ഈ പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതും ഏരിയ റേഷ്യോ ടേംസിൽ വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്ത് A2 ബൈ A2 സ്റ്റാർ ഇൻറ്റു ഈ ടേം എന്താണ് ശരിക്കും, A2 സ്റ്റാർ ബൈ A1 എന്നുള്ളത് തൊട്ട് മുകളിലത്തെ ഈ ഒരു ഇക്വേഷൻ ആണ് അല്ലേ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് എഴുതുന്നു, P01 ബൈ P02 എന്ന് എഴുതി. ഓക്കെ, എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ അടുത്തായിട്ട് ഇതിൽ ചിലർക്കൊരു ഡൗട്ട് തോന്നാൻ കാരണമുണ്ട്, ഈ A2 സ്റ്റാർ ബൈ A1 എങ്ങനെയാണ് A2 സ്റ്റാർ ബൈ A1 സ്റ്റാർ ആയത് എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് ഞാൻ കഴിഞ്ഞ സ്ലൈഡ് പറഞ്ഞത്. എന്ത്, A1 സ്റ്റാർ ഈക്വൽ ടു A1 ആണ്. എന്തുകൊണ്ടാണ്, ആ ഒരു പർട്ടിക്കുലർ ഏരിയ റേഷ്യോയിൽ ഇല്ലെങ്കിൽ ഏരിയയിൽ എന്താണ് മാക് നമ്പർ 1 ആണ് അല്ലേ. അപ്പോൾ അതില്ലെങ്കിൽ ത്രോട്ട് സെക്ഷൻ ആണ്, അതുകൊണ്ടാണ് A1 സ്റ്റാറും A1ഉം 1 ആയത്, അല്ലാതെ ഒരിക്കലും 1 ആവില്ല. ഓക്കെ, അത് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് ഞാൻ കഴിഞ്ഞ സ്ലൈഡ് പറഞ്ഞിട്ടായിരുന്നു, ഒന്ന് ഓർക്കുക. അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ പറ്റിയത്. ഓൾ റൈറ്റ്, ഞാൻ ഇനി ആ 3 എന്നുള്ള വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയായിരുന്നു. എന്തായിരുന്നു അറിയാവുന്നത്, അതുപോലെ നമുക്ക് അറിയായിരുന്നു P2 ഈക്വൽ ടു എന്ത് 0.4 ടൈംസ് P1 അഥവാ അല്ല 0.4 ടൈംസ് P01 എന്നറിയായിരുന്നു. ഇല്ലെങ്കിൽ P01 എന്ന് പറഞ്ഞാൽ P2 ബൈ 0.4 എന്ന് നമുക്കറിയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈക്വൽ ടു 3 കേട്ടോ, ഇതിൻ്റെ വാല്യൂ 3 ആണെന്ന് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ P01, നമ്മുടെ തൊട്ട് മുകളിലെ എക്സ്പ്രഷനിൽ P01 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നോക്കാം, A2 ബൈ A2 സ്റ്റാർ ഇൻറ്റു P0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ എന്ത് കിട്ടും, P01 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P2 ബൈ 0.4 അല്ലേ ഇൻറ്റു 1 ബൈ P02 ഈക്വൽ ടു 3 അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, A2 P2 ബൈ A2 സ്റ്റാർ ഇൻറ്റു P02 ഈക്വൽ ടു 3 ഇൻറ്റു 0.4 1.2 കിട്ടും നമുക്ക്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് നമുക്കിപ്പോൾ ഒരു റേഷ്യോ കിട്ടി, ഏരിയയും പ്രഷറും അതുപോലെ ഉള്ള ഈ ഒരു റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു റേഷ്യോ നമ്മൾ ഡാറ്റ ബുക്കിൽ നോക്കിയാൽ നമ്മളൊരു ഫെമിലിയർ ആണ്. എന്താണ്, ഐസെൻട്രോപിക് ടേബിളിൽ നമുക്ക് ഈ ഒരു റേഷ്യോ വെച്ചിട്ട് ഡാറ്റാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കുക, ഫ്രം ഐസെൻട്രോപിക് ടേബിൾ AP ബൈ A സ്റ്റാർ ഇൻറ്റു P0 ഈസ് ഈക്വൽ ടു 1.2 എന്ന് നമുക്ക് ഉള്ള ഡാറ്റ ബുക്കിൽ ഈ ഒരു റേഷ്യോ, അതായത് റേഷ്യോ എന്ന് പറഞ്ഞാൽ AP ബൈ A സ്റ്റാർ ഇൻറ്റു P0 ഈക്വൽ ടു 1.2 എന്നുള്ള ഡാറ്റ ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് 1.2 ഗാമ ഈക്വൽ ടു 1.4 എന്നുള്ള ആ രണ്ടും മാച്ച് ആവുന്ന വാല്യൂസിനുള്ള കറസ്പോണ്ടിങ് പ്രോപ്പർട്ടീസ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് എടുത്ത് എഴുതാം.
അപ്പം അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടുക എന്താണ്, M2 ഈക്വൽ ടു 0.472 കിട്ടും. ഓക്കെ, ആൻഡ് P02 ബൈ P2 ബൈ P0 നമുക്ക് എന്ത് കിട്ടും, P2 ബൈ P0 നമുക്ക് 0.859 കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, P02 കണ്ടുപിടിക്കാം അല്ലേ, P02 കണ്ടുപിടിക്കാം. P02 എന്ന് പറഞ്ഞാൽ P2 ബൈ 0.859. ഓക്കെ, P2 എന്ന് പറഞ്ഞാൽ 0.4, P01 ബൈ 0.859. ഓക്കെ, അഥവാ P0 പറഞ്ഞാൽ ഇതിലൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 0.466 P01 കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് P01 ടേംസിലേക്കാക്കി എഴുതിയാൽ മതി, കാരണം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇതിൽ റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ, ഒരു സ്പെസിഫിക് വാല്യൂബിൾ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റേഷ്യോയുടെ ടേംസ് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, മാക് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു ഇതിൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, P02 ബൈ P01 ആണ് ശരിക്കും എനിക്ക് എന്ത് ചെയ്താം, P0y ബൈ P0x എഴുതാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ എഴുതിയത്, ഇവിടെ ശ്രദ്ധിക്കാം. ഒരു ഡൈവർജൻ ഡിഫ്യൂസറിൽ അക്രോസ് ആയിട്ട് ഒരു നോർമൽ ഷോക്ക് ഉണ്ടെന്ന് കരുതുക. ഇത് നമ്മുടെ 1 എന്നുള്ള സെക്ഷൻ, ഇത് 2 എന്നുള്ള സെക്ഷൻ അല്ലേ. അപ്പം ഇവിടെയുള്ള ഏരിയ റേഷ്യോ എനിക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്, ഓക്കെ, ഈ ഒരു കണ്ടീഷൻ നോക്കാം. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം, P01 അതായത് ഇവിടെയുള്ള സെക്ഷൻ എക്സ് ആയിരിക്കും, ഇപ്പുറത്തുള്ളത് വൈ ആയിരിക്കും അല്ലേ. അപ്പം P01 തന്നെ ആയിരിക്കും എന്ത്, P0 എക്സും അല്ലേ. അതുപോലെ P0 വൈ തന്നെ ആയിരിക്കും എന്ത്, P0ഉം. ആ ഒരു റിലേഷൻ വെച്ചിട്ടാണ് ഇവിടെ എഴുതിയത്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമ്മൾ അടുത്തായിട്ട് എന്താ നോക്കേണ്ടത്, അപ്പം P0y ബൈ P0xൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്, 0.466. അപ്പം ഈ ഒരു വാല്യൂ നമുക്ക് ഷോക്കിന് അക്രോസ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ പ്രഷറിൻ്റെ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഷോക്ക് നോക്കിയാൽ അതിന് അക്രോസ് ആയിട്ടുള്ള ബിഫോറും ആഫ്റ്ററും മാക് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ കാര്യം നമുക്കൊന്ന് ഇവിടെ എഴുതിയെടുക്കാം. ഫ്രം നോർമൽ ഷോക്ക് ടേബിൾ കറസ്പോണ്ടിങ് ടു P0y ബൈ P0x is equal to 0.466. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, mx is equal to 2.58 കിട്ടും. അതുപോലെ my എന്ന് പറഞ്ഞാൽ 0.506 കിട്ടും. ഓക്കെ, അതുപോലെ ആ ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, P0y ബൈ Px is equal to 9.115 കൂടെ കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് Px കണ്ടുപിടിക്കാം അല്ലേ. Px പറഞ്ഞാൽ എത്ര വരിക, P0y ബൈ 9.115 കിട്ടും അല്ലേ. P0y എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, P02 ആണെന്ന് അറിയാം അല്ലേ. P0yയും P02 സെയിം ആണ്. അപ്പം P02 ബൈ 9.115 കിട്ടും അല്ലേ. P02 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു, ഞാൻ അടുത്ത സ്ലൈഡിൽ ഇതാണ്. ഓക്കെ, Px is equal to P02 ബൈ 9.115 ആയിരുന്നു അറിയാം അല്ലേ. P02 പറഞ്ഞാൽ നമുക്കറിയാം 0.4466, P01 ബൈ 9.115 എന്ന് പറയാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, Px is equal to 0.051 P01 കിട്ടും. ഓക്കെ, അപ്പം മറ്റൊരു ആൻസർ കൂടെ നമുക്ക് കിട്ടി.
സോ നമുക്ക് എന്ത് എഴുതാം, അതായത് AX ഈക്വൽ ടു 2.842 AX സ്റ്റാറിന് എഴുതാം അല്ലേ. ആൻഡ് നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാം, ഈ AX സ്റ്റാറിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും എന്ത് ത്രോട്ടിലുള്ള A സ്റ്റാറിൻ്റെ വാല്യൂ. ഓക്കെ, A1 സ്റ്റാറിൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ A സ്റ്റാറിൻ്റെ വാല്യൂ, സോറി ഇല്ലെങ്കിൽ A1ൻ്റെ വാല്യൂ. ഓക്കെ, ഇല്ലെങ്കിൽ A1ൻ്റെ വാല്യൂ. അപ്പം ഇത് ചെയ്ത് നമുക്ക് എത്ര കിട്ടും ഏകദേശം, ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. AX ഈക്വൽ ടു 2.842 A1 എഴുതാം. ഓക്കെ, സോ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. നിങ്ങൾ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഈ കിട്ടിയ സംഗതികളൊക്കെ തന്നെ ഇവിടെ താഴത്ത് 1, 2, 3 എന്ന് എഴുതി വെച്ചോളാം. ഓക്കെ, ഇനി ഇതിൽ പലർക്കും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, നമ്മൾ ഇതിൽ എല്ലാ ആൻസറിൻ്റെയും ഫൈനൽ ആൻസറിലും നമ്മളൊരു മൾട്ടിപ്ലൈസ്, അതായത് ആൻസർ ഇൻറ്റു A1 അല്ലെങ്കിൽ ആൻസർ ഇൻറ്റു P1 എന്നൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവുക. അതെന്തുകൊണ്ടാണെന്നുള്ളത് ആണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു സ്പെസിഫിക് വാല്യൂ ഇവിടെ തന്നിട്ടില്ല, നമുക്ക് ജസ്റ്റ് റേഷ്യോസ് മാത്രം തന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇപ്പം A1ന് 1 എന്നും അതുപോലെ A2ന് 3 എന്നും എടുക്കാൻ പറ്റില്ല. മറ്റൊരു കേസിൽ A1ന് 3യും അതുപോലെ A2ന് 9 ആണെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ A1 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ സ്പെസിഫിക് തന്നാലും നമുക്ക് എക്സാക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഇത് നമുക്ക് അതിൻ്റെ ടേംസിലേക്ക് എഴുതാനേ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഈ ആൻസറിലൊക്കെ A1ഉം കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു ഇത് ഫസ്റ്റത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടോളുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. സോ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.